ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ആൻഡ് ഷൈൻ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിലെങ്ങനെ ചൂടൊക്കെ കൂടി വരുവാണോ? അപ്പോൾ ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, കൂടാതെ ഇത് ഹെൽത്തിയും ആണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ ഫുൾ റെസിപ്പി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. കൂടാതെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിതെല്ലാം കൂടി കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് 1 കപ്പ് റോസ്റ്റഡ് വെർമിസെല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ബട്ടർ എല്ലാം നന്നായിട്ട് അലിഞ്ഞ് വെർമിസെല്ലിയുമായിട്ട് ചേർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്ക് വെർമിസെല്ലിയെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അതിനുശേഷം ആ പാനിലേക്ക് ഒരു 3 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 4 ഏലയ്ക്ക ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ടിതിലേക്ക് കസ്റ്റാർഡും മിൽക്ക് പൗഡറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെർമിസെല്ലി എല്ലാം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ തണുക്കാൻ വയ്ക്കാവുന്നതാണ്. ഇനി വെർമിസെല്ലി എല്ലാം നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാനിവിടെ കുറച്ച് മാതളം എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മാങ്ങയും പഴവും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട് സാലഡിന് നല്ല മധുരമുള്ള ഫ്രൂട്ട്സ് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പുളിപ്പുള്ള ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാവുന്നതാണ്. അടുത്ത് ഞാനിവിടെ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ ആപ്പിൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്ട്രോബെറിയും കറുത്ത മുന്തിരിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുന്തിരിയൊക്കെ നല്ല മധുരമുള്ളത് എടുത്താൽ മതിയാവും, പുളിപ്പുള്ളത് ഒഴിവാക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടൊരു 10 to 20 മിനിറ്റ്സ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നോമ്പിൻ്റെ സമയത്തൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട് സാലഡാണ്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കാം. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടപ്പെടും. കൂടാതെ അവർക്കിത് ഹെൽത്തിയുമാണ്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നട്ട്സ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമല്ല, ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഫ്രൂട്ട്സൊക്കെ നമ്മൾ അല്ലാതെ കട്ട് ചെയ്ത് കൊടുത്താൽ കുട്ടികൾ കഴിക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുത്താൽ അവർ ഉറപ്പായിട്ടും കഴിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുള്ളായിരിക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. ഈ ഫ്രൂട്ട് സാലഡിൻ്റെ ഫുൾ റെസിപ്പി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നിങ്ങളുടെ ഓരോ റെസ്പോൺസും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കുള്ള പ്രചോദനമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫ്രൂട്ട് സാലഡ് തയ്യാറാക്കി നോക്കില്ലേ? തയ്യാറാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഇതുപോലൊരു വീഡിയോയുമായി എത്തുന്നത് വരെ ബൈ ബൈ. Thank you.